എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എത്ര കപ്പ ഇഷ്ടമല്ലാത്തവർ പോലും ഇഷ്ടപ്പെടുന്ന ഒരു മസാല കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വേഗം പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ തേങ്ങയൊക്കെ ഒതുക്കി വേവിച്ച കപ്പയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ എടുത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ കപ്പ കൊത്തി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെന്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുകും കൂടെ ചേർത്ത് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും കുറച്ച് പച്ചമുളക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയൊരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കപ്പ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കുറച്ച് ഇഞ്ചിയും ചെറിയ സവാളയും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പയുടെ അളവ് എത്ര ആണോ അതിനനുസരിച്ച് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടുതലും കുറവായിട്ടൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്കതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.25 ടീസ്പൂൺ മീറ്റ് മസാല, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണമേ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കിനും നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ചേർത്തങ്ങ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ലതായിട്ടങ്ങ് വഴറ്റിയെടുക്കണമേ. അപ്പോൾ വെള്ളം പറ്റുന്നതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഗ്രേവി നല്ല തിക്നെസ്സാക്കി ഒന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. വളരെ ടേസ്റ്റാണ്, എന്നാലും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അതാണ്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും കപ്പ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ വളരെ ഇഷ്ടമാകും. അപ്പോൾ കറിയൊന്നും ഇല്ലാതൊക്കെ തന്നെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതാണ്ടത് ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കപ്പയങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. അപ്പോൾ ഈ ഗ്രേവിയിൽ കിടന്ന് ഈ കപ്പയങ്ങ് നന്നായിട്ട് മസാലയൊക്കെ അങ്ങ് പിടിച്ച് എടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മസാല കപ്പ ഇവിടെ റെഡിയാകും. അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റും ആ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു കപ്പ ബിരിയാണിയുടെ അതേ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. അത്ര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ആരെങ്കിലും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് സവോളയും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.